ഹലോ ഗൈസ്, എല്ലാവർക്കും അടുക്കളത്തോട്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ കാണാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ സാധാരണ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായ പോഷകങ്ങൾ ഏവയെന്നും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മളിന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ചെടികൾക്ക് സാധാരണയായിട്ട് 17 അവശ്യ പോഷകങ്ങളാണ് ഉള്ളത്, അഥവാ ഇംഗ്ലീഷിൽ എസെൻഷ്യൽ മിനറൽസ് എന്ന് നമ്മൾ പറയും. ഈ 17 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറൈൻ, നിക്കൽ. ഇവയാണ് ആ 17 അവശ്യ ഘടകങ്ങൾ. ഈ ഘടകങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസും ഒന്ന് മൈക്രോ ന്യൂട്രിയൻസും. ആ പേര് പറയുന്നത് പോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ അവ കൂടുതലും ചെടികളിൽ കാണപ്പെടുന്നു. ചെടികൾക്ക് അവയുടെ ആവശ്യവും കൂടുതലാണ്. മൈക്രോ ന്യൂട്രിയൻസിന് അളവ് ചെടികളിൽ കുറവായിരിക്കും, അവയുടെ ആവശ്യവും കുറവാണ്. മാക്രോ ന്യൂട്രിയൻസ് 9ഉം മൈക്രോ ന്യൂട്രിയൻസ് 7ഉമാണ്. ഈ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർബണ്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം. ഇപ്പോഴും നമുക്കറിയാം, ഇവയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരുകളാണ്. നമ്മളുടെ അന്തരീക്ഷത്തിലും നമ്മളുടെ മണ്ണിലുമൊക്കെയുള്ള കൂടുതലായിട്ടുള്ള പോഷകങ്ങളാണ് ഇവയെല്ലാം. അതേപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടികളിൽ നടക്കുന്ന പല പല ജൈവ പ്രവർത്തനങ്ങൾക്ക് വളരെ അനിവാര്യമായ ഘടകങ്ങളാണ്. ഈ മാക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടിയാൽ കുഴപ്പമില്ല, പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് ഒരു പ്രത്യേക അളവിൽ കൂടിയാൽ അത് നമ്മളുടെ ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കും. ഈ മാക്രോ ന്യൂട്രിയൻസിൽ തന്നെ 3 പോഷകങ്ങൾ വളരെ പ്രധാനമാണ് ചെടികൾക്ക്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് NPK ഫെർട്ടിലൈസേഴ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ NPK എന്ന് ഉദ്ദേശിക്കുന്നത് N നൈട്രജൻ, P ഫോസ്ഫറസ്, K പൊട്ടാസ്യം. ഈ 3 പോഷകങ്ങൾ ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾക്കെല്ലാം അറിയാം, ഈ കർഷകരൊക്കെ ഈ NPK വളങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു. അതിന് കാരണമെന്ന് വെച്ചാൽ ഈ ചെടിയുടെ കൃത്യമായും വ്യക്തമായുമുള്ള വളർച്ചയ്ക്ക് ഈ 3 പോഷകങ്ങൾ വളരെ ആവശ്യമാണ്. ഈ നൈട്രജൻ എന്ന് വെച്ചാൽ അവയുടെ ഘടനയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇത്രയും വിവരങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോഴേ അടുത്ത വീഡിയോകളിൽ നമ്മൾക്ക് ഈ NPK എന്താണെന്നും അവയുടെ ഓരോ ഘടനയുടെയും പ്രത്യേകതകൾ എന്താണെന്നും അവ എങ്ങനെയാണ് ചെടികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നതെന്നും ഒക്കെ നമ്മൾക്ക് അടുത്ത വീഡിയോകളിൽ മനസ്സിലാക്കാം. അപ്പോൾ താങ്ക് യു.